മുഖത്തൊരു ചെറിയൊരു മുഖക്കുരു വന്നാൽ പോലും നമുക്കറിയാം വളരെ യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർക്ക് അത് മാനസികമായിട്ട് ഒരുപാട് സംഘർഷം ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ കമ്പോളത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നറിയപ്പെടുന്ന ചില ഫേസ് ക്രീമുകൾ, ചില ഓയിലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ചർമ്മരോഗങ്ങൾ. പ്രധാനമായും ഈ ചർമ്മരോഗങ്ങൾക്ക് കാരണമായി നമുക്കിപ്പോൾ കാണുന്നത് അത് ജീവിതശൈലി രോഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് നമ്മൾ കമ്പോളത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നറിയപ്പെടുന്ന ചില ഫേസ് ക്രീമുകൾ, ചില ഓയിലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നാൽ അവയിലെല്ലാം തന്നെ ധാരാളം കെമിക്കൽസ് ചേർക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് നമ്മുടെ സ്കിൻ വെളുത്തു വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ബ്ലീച്ചിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പലപ്പോഴും അതിൻ്റെ നിരന്തരമായ ഉപയോഗം ചർമ്മരോഗങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട്. അപ്പം എന്നാൽ അതിന് പ്രതിവിധി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആയുർവേദത്തിലെ ഒരുപാട് തരത്തിലുള്ള ചർമ്മ സംരക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് പണ്ടുകാലം മുതലേ നമ്മൾ ശരീരത്തിൽ മുഴുവൻ എണ്ണ തേച്ച് കുളിക്കുന്നതിലൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിലവിൽ ആ ഒരു ശീലം മാറി നമ്മുടെ മുഖത്ത് മാത്രം സൗന്ദര്യം വരുത്തുന്നതിന് വേണ്ടി മുഖത്ത് ഓയിൽ പുരട്ടുക അല്ലെങ്കിൽ ക്രീം പുരട്ടുക എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ അവയവം നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ചർമ്മമാണ്. ഈ ചർമ്മത്തെ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇത് നമുക്കറിയാം, സൗന്ദര്യം പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു മാനസിക സംഘർഷമൊക്കെ ഉണ്ടാകും. അത് തന്നെ മറ്റു പല രോഗങ്ങൾക്കും കാരണമാകും. മുഖത്തൊരു ചെറിയൊരു മുഖക്കുരു വന്നാൽ പോലും നമുക്കറിയാം വളരെ യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർക്ക് അത് മാനസികമായിട്ട് ഒരുപാട് സംഘർഷം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ആയുർവേദത്തിൽ പറയപ്പെട്ടുള്ള പല മരുന്നുകളും ആ മരുന്നുകൾ ഉപയോഗിച്ച് അത് ശുദ്ധി ചെയ്തെടുത്ത് പൊടിച്ച് പലതരം ഓയിൽ ബേസിൽ എടുക്കാൻ പറ്റും.